ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഞാൻ കബ്സയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ സൈഡിൽ ഞാൻ വെച്ച ടൊമാറ്റോ സോസ്. അപ്പോൾ എൻ്റെ കുറേ വ്യൂവേഴ്സ് എനിക്ക് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തവണ ആ ഒരു റെസിപ്പി ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിനാവശ്യമുള്ള നല്ല പഴുത്ത 2 വലിയ തക്കാളിയാണ്, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു പച്ചമുളക് മതി, നമ്മൾ റെഡ് കണ്ണോട് അത് എടുത്തതാണ്, പിന്നെ മല്ലിയല്ല. ഇതെല്ലാം കൂടിയിട്ട് ഒരു വലിയ മിക്സി ഉണ്ടെങ്കിൽ അതിലിടാം. ചെറുതിലിടാത്തത് നല്ലത്, പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വലിയ മിക്സി എടുത്തിട്ട് നിങ്ങളടുത്ത് ഏതാ മിക്സിയിൽ അതിലേക്ക് ചേർക്കാം. വേവിക്കൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ തക്കാളി അങ്ങനെ ഇടാം. അപ്പോൾ എല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. എന്താ വെച്ചാൽ നന്നായി അരഞ്ഞാലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അത് പിന്നെ പഴുത്ത തക്കാളി ആയിരിക്കണം, അതും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം കൂടി ഒരു ഇതിലേക്ക് ഇട്ട് വെക്കാം. അതിൽ തന്നെ ഉപ്പും ചേർത്ത്, ഉപ്പ് ആവശ്യത്തിന് നിങ്ങളെ ടേസ്റ്റ് ബഡ് അനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ജീരകം കൂടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ചാ വേണ്ടു, ചെറിയൊരു സ്പൂണാണ് എടുത്തിട്ടുള്ളൂ, ചെറിയൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾക്കൊന്ന് അരച്ചെടുക്കാം, നന്നായിട്ട് അരച്ചെടുക്കണേ. എൻ്റെ അടുത്ത് ഈ മിക്സിയുള്ളതെന്ന് എനിക്ക് ഈസിയാണ് ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാ ഇതുള്ളത് അതിലേക്ക് അരച്ചെടുക്കാം, നല്ലതായിട്ട് അരച്ചെടുക്കണം. ഈ ചട്നി കബ്സക്ക്, മന്തി, അറബിക് റൈസ് അതിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾ ബിരിയാണിക്ക് ചട്നി, തൈര് അതൊക്കെ കഴിക്കുന്നത് പോലെയാണ്. അറബിക് റൈസിനൊക്കെ ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നോക്കി നന്നായി അരഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ പറഞ്ഞില്ലേ കബ്സ, അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞങ്ങളെ ചാനലിൽ തന്നെ കുറേ റെസിപ്പീസ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇട്ടത്. എല്ലാവരും അതും കണ്ടു നോക്കണം. ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബായ്.